ചിന്തിച്ച ഒരു കാര്യം, എപ്രകാരമാണ് നമ്മൾ ആത്മീകമായി നമ്മൾ വളരുന്നത്, എപ്രകാരമാണ് നമ്മൾ ആത്മീകമായി നമുക്ക് ഐഡന്റിറ്റി ഉണ്ടാവുന്നത്. അതിലൊരു കാര്യമാണ്, അത് എപ്രകാരം അതിൽ വളരുന്നു എന്നുള്ളതിൻ്റെ ഒരു കാര്യമാണ് ധ്യാനം എന്നുള്ളത്. Now, what comes to your mind when you think about the word meditation? ധ്യാനം എന്ന വാക്ക് കേൾക്കുമ്പോൾ എന്താണ് നിങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത്? At least in English, when you hear that word meditation, you think of Buddhist meditation, or all this New Age form of meditation where you have that posture and you have some forms of breathing. ഇംഗ്ലീഷിൽ ആ പദം മെഡിറ്റേഷൻ അല്ലെ ധ്യാനം എന്ന പദം കൊണ്ട് പറയുമ്പോൾ പലപ്പോഴും നമ്മൾ മനസ്സിലാക്കുന്നത് ബുദ്ധമതാചാരമുള്ള ഒരു പ്രത്യേക രീതിയിൽ ഇരുന്നു കൊണ്ട് ചെയ്യുന്ന ആ പ്രക്രിയയ്ക്കാണ് പലപ്പോഴും ധ്യാനം എന്ന് പറയുന്നത്. Or we think of somebody on top of the Himalayas, he's again in a posture and he's all alone and he's in another world. ഹിമാലയ പർവ്വതങ്ങളുടെ മുകളിൽ ഇരിക്കുന്ന ഒരു വ്യക്തി ഒരു പ്രത്യേക ഒരു രീതിയിൽ ഇരുന്നു കൊണ്ട് തന്നെ ലോകത്തിൽ നിന്ന് മാറ്റി നിർത്തി ഒറ്റയ്ക്ക് അവിടെ ഇരുന്ന് ആ ചെയ്യുന്ന പ്രക്രിയയ്ക്കാണ് പലപ്പോഴും ധ്യാനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. But today we're going to look into a type of meditation that is essential for believers to have. എന്നാൽ ഇന്ന് നമ്മൾ ചിന്തിക്കുവാൻ പോകുന്നത് വിശ്വാസികൾക്ക് എപ്രകാരമാണ് ധ്യാനം എന്നത്, വിശ്വാസികളുടെ ജീവിതത്തിൽ എപ്രകാരമാണ് അത് പ്രയോജനപ്പെടുന്നത് എന്ന് നമുക്ക് ചിന്തിക്കാം. Of course, it's a vast area, so today I'll just be talking about some scriptures. We won't be going into how do we do meditation per se. We'll do that in the next session. ഇതൊരു വലിയ ടോപ്പിക്കാണ്. ഇത് മുഴുവൻ നമുക്ക് ഈ ഇന്നത്തെ ദിവസം കൊണ്ട് ചെയ്തു തീർക്കുവാനായിട്ട് സാധിക്കുകയില്ല. അതുകൊണ്ട് ദൈവവചനം പ്രകാരം ധ്യാനം എന്നുള്ളത് എന്താണ് എന്ന് നമുക്ക് ഒന്ന് ചിന്തിക്കാം. അത് എപ്രകാരം ചെയ്യണം എന്നുള്ളത് ദൈവം അനുവദിച്ചാൽ അടുത്ത ആഴ്ച നമുക്ക് ചെയ്യാം. Now look at this slide. This talks about the strategy of Satan in contemporary society. ഈ സ്ലൈഡിൽ കാണിച്ചിരിക്കുന്നത് പിശാച് എപ്രകാരമാണ് ഈ ലോകത്തിൽ ഈ ലോകത്തിലുള്ള കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് എന്നാണ് നമുക്ക് കാണുന്നത്. In this society there's a lot of noise. വളരെയധികം ഒച്ചപ്പാടുകളുള്ള ഒരു സമൂഹം. A lot of hurrying happening. വളരെ ധൃതിയുള്ള ഒരു സമൂഹം. Lot of people, lot of crowds. ഒത്തിരി ആൾക്കാർ തിങ്ങിക്കൂടുന്ന ഒരു പ്രകൃതം. And this is the society that we are in. ഇതാണ് നാം ഇപ്പോൾ ഉള്ള ഈ സമൂഹം. And of course today in this age, when we come home also, thanks to our devices, we can continue having noises 24/7. നാം ഭവനത്തിൽ തിരിച്ചു വരുമ്പോഴും നമ്മുടെ വീട്ടിലുള്ള നമ്മുടെ ഗാഡ്ജറ്റ്സ്, നമ്മുടെ ഫോണും എല്ലാം വെച്ച് എല്ലാം അത് കാരണവും ഭവനത്തിലും വളരെയധികം ഒച്ചപ്പാടുകളും ധൃതിയും ആൾക്കൂട്ടത്തിന് മധ്യേ നിൽക്കുന്ന ഒരു പ്രതീതിയാണ് ഭവനത്തിൽ പോലും. We don't need to go to Iran or Israel. We can hear the explosions in our home thanks to our phone. ഇറാനിലും ഇസ്രായേലിലും പോകേണ്ട ആവശ്യമില്ല. അവിടെ നടക്കുന്ന യുദ്ധങ്ങളിൽ നടക്കുന്ന ആ ബോംബ് സ്ഫോടനങ്ങളെല്ലാം നമുക്ക് നമ്മുടെ വീടുകളിൽ, നമ്മുടെ ഫോണുകളിൽ നമുക്ക് കാണുവാനായിട്ടും കേൾക്കുവാനായിട്ടും സാധിക്കും. In the midst of all this noise, think of the moments this past 1 week when you sat in quiet contemplation with the word of God. ഇത്രയും ഒച്ചപ്പാടുള്ള ഈ സമൂഹത്തിന്റെ ഇടയിൽ നമുക്ക് ഒരു നിമിഷം മനസ്സിരുത്തി മിണ്ടാതെ ഇരുന്ന് ചിന്തിക്കാം. നാം ദൈവവചനത്തിൽ എപ്പോഴൊക്കെ അല്ലെ എപ്രകാരം നാം മിണ്ടാതെ ഇരുന്ന് ദൈവസന്നിധിയിൽ ധ്യാനിച്ചിട്ടുണ്ടോ എന്ന് ചിന്തിക്കാം. If I was to look, I would say that mine has been dismissively less than it should be. ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ അത് എപ്രകാരം ആയിരിക്കണമായിരുന്നു അതിൽ നിന്നും വളരെ വളരെ കുറവായിട്ടാണ് എനിക്കത് കാണുവാനായിട്ട് സാധിക്കും. We can all assess our own lives and see how it's been. നമുക്ക് നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ചിന്തിച്ചു നോക്കാം. One writer said that we are engaged in a lot of muchness and manyness. Lot of doing a lot of things, so many things. ഒരു എഴുത്തുകാരൻ ഇപ്രകാരം പറയുന്നു, നാം എല്ലാവരും
ഒത്തിരിയുള്ള കാര്യങ്ങളിൽ ഒത്തിരി ആൾക്കാരുള്ളതും ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നതും ഒത്തിരി സാമഗ്രികളുള്ളതുമായ ഒരു സമൂഹത്തിലാണ് നമ്മളിപ്പോൾ ആയിരിക്കുന്നത്. And a famous psychiatrist Carl Jung, he said that hurry is not of the devil, hurry is the devil. വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സൈക്യാട്രിസ്റ്റ് ഇപ്രകാരം പറയുന്നു, ധൃതി എന്ന് പറയുന്നത് പിശാചിൽ നിന്ന് വരുന്ന ഒന്നല്ല, അത് പിശാച് തന്നെ ആകുന്നു എന്ന് പറയുന്നു. I'm just taking a saying, no, Amit. So, the saying goes like this: I have to keep a careful eye on the difference between urgent things and important things. ഒരു കോട്ട് ഞാൻ വായിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഞാൻ വളരെ ശ്രദ്ധിച്ച് ഈ രണ്ട് കാര്യങ്ങൾ തമ്മിലുള്ള വ്യത്യാസങ്ങൾ ഞാനത് ശ്രദ്ധിച്ച് കണ്ടുപിടിക്കണം. ഏറ്റവും പ്രധാനമുള്ള കാര്യവും ഏറ്റവും വളരെ പെട്ടെന്ന് ചെയ്യേണ്ട കാര്യങ്ങളും തമ്മിലുള്ള വ്യത്യാസം ഞാൻ കണ്ടുപിടിക്കണം. So he says, if I allow the urgent things to dominate my day, I will never do what is truly important and will always feel dissatisfied. പെട്ടെന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ ആണ് എൻ്റെ ജീവിതത്തിൽ ഒരു ദിവസത്തിൽ ചെയ്തു തീർക്കേണ്ടതായിട്ട്, അങ്ങനെ ആ ദിവസത്തിൽ മുഴുവനും പെട്ടെന്ന് ചെയ്യേണ്ട കാര്യങ്ങളാണ് എൻ്റെ ജീവിതത്തിൽ കൂടുതലെങ്കിൽ ഞാൻ ഒരിക്കലും പ്രാധാന്യം അർഹിക്കുന്ന കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് എനിക്ക് സാധിക്കത്തില്ല. അപ്പോൾ എൻ്റെ മനസ്സ് വളരെയധികം ഒരു സാറ്റിസ്ഫാക്ഷനില്ല, ഒരു സന്തോഷവും ഇല്ലാതെ ആയിത്തീരും എന്ന് പറയും. And he says the issue is not where you are, but how you live wherever you are. നാം എവിടെ ആയിരിക്കുന്നു എന്നതിനേക്കാൾ ഉപരി നാം എപ്രകാരം ജീവിക്കുന്നു, നമ്മൾ എവിടെ ആയിരുന്നാലും നാം എപ്രകാരം ജീവിക്കുന്നു എന്നതാണ് കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്ന ചോദ്യം. And he says that there is a constant choosing that we have to do between what is important and what is urgent. മനുഷ്യന്റെ ജീവിതത്തിൽ എപ്പോഴും ഈ ഒരു ചോയ്സ്, ഈ ഒരു കാര്യം തീരുമാനിക്കണം, ഏതാണ് പ്രാധാന്യം അർഹിക്കുന്ന കാര്യം, ഏതാണ് വളരെ പെട്ടെന്ന് ചെയ്തു തീർക്കണം, അർജന്റായിട്ട് ചെയ്തു തീർക്കേണ്ട കാര്യം എന്നുള്ള ആ ഒരു ചോയ്സ് ആണ് പലപ്പോഴും എപ്പോഴും നമ്മുടെ മുൻപിലുള്ളത്. Sometimes you have to be willing to accept that the urgent things can wait or be left undone for some time. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഈ പെട്ടെന്ന് ചെയ്യേണ്ട പല കാര്യങ്ങളും ചെയ്യാതിരിക്കുന്നതും അല്ലെങ്കിൽ അത് മാറ്റി വെക്കുന്നതും കൊണ്ട് ഒരു കുഴപ്പവുമില്ല എന്നുള്ളതാണ്. Like sometimes that we have the thing that no I need to clean up this place, that is an urgent thing to do, when there is something more important of that time with God that is there. ഉദാഹരണത്തിന് നമ്മുടെ റൂം വളരെ പെട്ടെന്ന് അല്ലെങ്കിൽ വളരെ ഏർജന്റ് ആയിട്ട് ആ മുറി ക്ലീൻ ചെയ്യണം എന്ന് നമ്മൾ ചിന്തിക്കുന്നു. പക്ഷേ ദൈവവുമായിട്ടുള്ള സമയമാണ് എനിക്ക് കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്നതെന്ന് ചിന്തിച്ച് അത് മാറ്റിവെച്ച്, ആ റൂം ക്ലീൻ ചെയ്യുന്നത് മാറ്റിവെച്ച്, റൂം വൃത്തിയാക്കുന്നത് മാറ്റിവെച്ചുകൊണ്ട് ദൈവവചനത്തോട് ഒപ്പം ഇരിക്കുന്നതിന് പ്രാധാന്യം കൊടുക്കുന്ന ആ ഒരു എക്സാമ്പിൾ. Sometimes you are sitting to meditate and then you realize, oh, I didn't pay the phone bill. നാം പലപ്പോഴും ദൈവവചനത്തിന്റെ മുമ്പിൽ ഇരിക്കുമ്പോഴാണ് ചിന്തിക്കുന്നത് ഫോണിന്റെ ബില്ല് റീചാർജ് ചെയ്തില്ല എന്നുള്ളത്. Anyway, I have Google Pay. I can do it now itself before the office opens. Anyway, now itself I can do it. Morning 6 o'clock. ഗൂഗിൾ പേ ഉള്ളത് കൊണ്ട് അത് ഇപ്പോൾ തന്നെ അടയ്ക്കാമല്ലോ, അതുകൊണ്ട് ഇപ്പോൾ തന്നെ ഓഫീസ് തുറക്കുന്നതിന് മുമ്പേ ഞാനത് അടച്ചേക്കാം. And we do so many of these little things, doing the little urgent things, and we forget that important thing. പലപ്പോഴും നമ്മൾ ഈ പ്രാധാന്യം അർഹിക്കുന്ന കാര്യങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് വളരെ പെട്ടെന്ന് ഏർജന്റ് ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യാനായിട്ട് ശ്രമിക്കും. There's this term in Latin called otium sanctum, which talks about the sacred rest that we can enjoy. ലാറ്റിൻ ഭാഷയിലെ ഒരു വാക്കാണ് ഓട്ടിയം സാങ്ക്ടം എന്നുള്ളത്. അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് പരിശുദ്ധമായ ആ റെസ്റ്റ്, പരിശുദ്ധമായ ആ റെസ്റ്റ്, സ്വസ്ഥത, പരിശുദ്ധമായ വിശ്രമം, സ്വസ്ഥത എന്നതിനെ കാണിക്കുന്നു. And that ability to have that peace through the activities of the day. ജീവിതത്തിലെ ദിനചര്യകളുടെ ഇടയിൽ
സമാധാനത്തോടെ ആയിരിക്കാൻ പറ്റുന്ന ആ കഴിവ്. An ability to to have a rest in between and to enjoy like the beauty around you, the beauty of creation. ജീവിതത്തിൻ്റെ ആ പ്രയാണത്തിൻ്റെ ഇടയിൽ ഇടയ്ക്കിടയ്ക്ക് വിശ്രമം എടുക്കുകയും ഈ ലോകത്തിൻ്റെ മനോഹാരിത കാണുകയും ജീവിതത്തിൻ്റെ സൗന്ദര്യം കാണുകയും ചെയ്യാൻ പറ്റുന്ന അവസ്ഥ. Contemplate on the beauty of what God is doing. ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്ത എത്ര മനോഹരമായ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റുന്ന അവസ്ഥ. Contemplate on the beauty of God's word that you read in the morning. ദൈവം നമ്മളോട് രാവിലെ സംസാരിച്ച ആ ദൈവവചനത്തിന്റെ മനോഹാരിത, അതിനെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റുന്ന അവസ്ഥ. It's like sometimes we have, it's in ministry we can say, I feel a tension within me. I have only a limited number of years for active ministry. Why not use them well? പലപ്പോഴും മിനിസ്ട്രിയോടുള്ള ബന്ധത്തിൽ നമ്മൾ ഇങ്ങനെ ചിന്തിക്കാറുണ്ട്, എനിക്ക് വളരെ കുറച്ച് സമയമേ ഉള്ളൂ, ആ കുറച്ച് സമയം കൊണ്ട് ഞാൻ ഏറ്റവും അധികം പ്രയത്നിച്ച് ദൈവരാജ്യത്തിന് വേണ്ടിയിട്ട് പ്രയത്നിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു, അത് നന്നായിട്ട് ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുന്നു എന്ന് പലപ്പോഴും നമ്മൾ ചിന്തിക്കാറുണ്ട്. That doesn't do us good, like feeling tense that I have only few more years left in ministry. I have to pull full use into it. അതൊരിക്കലും നല്ലതല്ല. എനിക്ക് കുറച്ച് വർഷങ്ങൾ കൂടെ ബാക്കിയുള്ളൂ എന്ന് ചിന്തിച്ചുകൊണ്ട് ഞാൻ എൻ്റെ മൊത്തം എഫേർട്ട് കൊടുത്ത് മിനിസ്ട്രിയിൽ ഇൻവോൾവ് ആകുക എന്ന് പറയുന്നത് നല്ല ഒരു കാര്യമല്ല. It's now 6 o'clock. It was 5 o'clock 1 hour back. 1 hour I didn't do anything very productive. 1 hour less in my life now. ഇപ്പോൾ 6 മണിയായി. 1 മണിക്കൂർ മുമ്പ് ഞാൻ 5 മണിയായിരുന്നപ്പോൾ അതിനുശേഷം ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, എൻ്റെ 1 മണിക്കൂർ ഞാൻ വേസ്റ്റ് ആക്കി കളഞ്ഞു എന്ന് ചിന്തിക്കരുത്. Tension about that, അങ്ങനെ ചിന്തിക്കുമ്പോൾ ഉണ്ടാകുന്ന മനസ്സിലുള്ള ആ പിരിമുറുക്കം. Yet one word spoken with a pure heart is worth 1,000 spoken in a state of spiritual turmoil. പരിശുദ്ധമായ ഹൃദയത്തോടെ പറയുന്ന ഒരു വാക്ക് കലുഷിതമായ മനസ്സോടെ പറയുന്ന 1000 വാക്കുകളിനേക്കാളും മെച്ചമാണ്. Time given to inner renewal is never wasted. God is not in a hurry. നമ്മുടെ ഉള്ളിനെ പുതുക്കുവാനായിട്ട് തന്നിരിക്കുന്ന ആ ഒരു സമയം ഒരിക്കലും ഒരു നഷ്ടമല്ല. ദൈവം ഒരിക്കലും ധൃതി കാണിക്കുന്ന ഒരാളല്ല. We are all familiar with Martha and Mary. ബൈബിളിലെ മാർത്തായെയും മറിയത്തെ കുറിച്ചുള്ള ആ കഥ നമ്മൾക്കറിയാമല്ലോ. We were just even a few days back we were discussing again about Martha and Mary. കുറച്ച് നാളുകൾക്ക് മുമ്പ് നമ്മൾ മാർത്തയെക്കുറിച്ചും മറിയത്തെക്കുറിച്ചും നമ്മൾ ചിന്തിക്കുകയായിരുന്നല്ലോ. Martha was always stressed out about so many urgent things that need to be done. മാർത്ത ഭവനത്തിലെ അനേകം കാര്യങ്ങൾ ചെയ്തു തീർക്കുവാനായിട്ട്, പ്രാധാന്യം അർഹിക്കുന്ന കാര്യങ്ങൾ പെട്ടെന്ന് ചെയ്തു തീർക്കുവാനായിട്ടുള്ള പല കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്തുകൊണ്ടിരുന്നത് കൊണ്ടുള്ള മനസ്സിലെ പിരിമുറുക്കത്തിലായിരുന്നു. She missed out on the most important thing of sitting at the feet of Jesus. അത് കാരണം താൻ കർത്താവിൻ്റെ പാദപീഠത്തിൽ ഇരുന്ന് വചനം കേൾക്കുവാൻ ഉള്ള ഏറ്റവും പ്രാധാന്യം അറിയിക്കുന്ന കാര്യം വിട്ടുകളഞ്ഞു. Then Jesus says, one thing is needed. Mary has chosen. He says, Mary has chosen this. അപ്പോൾ കർത്താവ് പറയുന്നു, ഒരു കാര്യം മാത്രമേ ആവശ്യമുള്ളൂ, മറിയ അത് തിരഞ്ഞെടുത്തിരിക്കുന്ന മറിയ അത് തിരഞ്ഞെടുത്തു എന്നുള്ള കാര്യം കർത്താവ് സൂചിപ്പിക്കുന്നു. I was thinking that when there was so many guests coming to a home, if the food is bad, it's not only Martha, even Mary will get a bad reputation. ഒത്തിരി ആൾക്കാർ വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ നല്ല ഭക്ഷണം കൊടുക്കുവാനായിട്ട് പറ്റിയില്ല എങ്കിൽ അത് മാർത്തയ്ക്ക് മാത്രമല്ല മറിയത്തിനും അതിൻ്റെതായ ദൂഷ്യഫലങ്ങൾ ഉണ്ടാവും. But Mary has chosen the good one. എന്നാൽ മറിയ നല്ല അംശം തിരഞ്ഞെടുത്തു എന്നാണ് കർത്താവ് പറയുന്നത്. We leave ourselves with little time to rest, meditate and absorb what God is teaching us. വചനം ധ്യാനിക്കുവാനും ദൈവം പഠിപ്പിക്കുന്ന കാര്യങ്ങൾ ധ്യാനിക്കുവാനും അത് ഉള്ളിലേക്ക് എടുക്കുവാനും അതിനെക്കുറിച്ച് ചിന്തിക്കുവാനും ഉള്ള ദൈവം തന്നിരിക്കുന്ന സമയം വളരെ ചുരുക്കമായിട്ട് നമ്മൾ എടുക്കും. This statement, the one act of love
far outweighs the many done in haste. ഇങ്ങനെയൊരു വാക്യം ഉള്ളത് ഞാൻ ഓർക്കുന്നു, ഇങ്ങനെയുള്ള ഒരു സെന്റൻസ് ഉള്ളത് ഞാൻ ഓർക്കുന്നു. ഒരു പ്രവൃത്തി, സ്നേഹത്തോടെ ചെയ്യുന്ന ഒരു പ്രവൃത്തി, അത് ധൃതിയോടുകൂടി ചെയ്യുന്ന പല പ്രവൃത്തികളെക്കാളും ഉത്തമമാണ് എന്ന് ഞാൻ വായിച്ചത് ഓർക്കുന്നു. I was thinking Martha was doing so many things. No, she was busy, she was doing this, she was doing that, so many things. ഞാൻ ചിന്തിക്കുകയായിരുന്നു, മാർത്ത ഒത്തിരി കാര്യങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുകയായിരുന്നു. ഇത് ഓരോരോ കാര്യങ്ങൾ, ഭവനത്തിലെ ഓരോരോ കാര്യങ്ങളും നോക്കി ഒത്തിരി കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. But if you have to think of the action, one action that Mary did, that one action is that Mary bought that expensive perfume, broke that perfume and anointed Jesus. എന്നാൽ മറിയ ഒരൊറ്റ പ്രവൃത്തിയെ ചെയ്തുള്ളൂ. ആ സുഗന്ധ ദ്രവ്യം കൊണ്ടുവന്ന് കർത്താവിൻ്റെ കാൽക്കൽ കൊണ്ടുവന്ന് കർത്താവിനെ അനോയിന്റ് ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുന്നു. ഒരൊറ്റ പ്രവൃത്തി, one thing only she did. ഒരൊറ്റ കാര്യമേ മറിയ ചെയ്തിട്ടുള്ളൂ. And it says, Jesus saying, wherever the gospel is preached, this one thing will be said about what Mary did. ആ ഒരു കാര്യത്തെക്കുറിച്ച് സുവിശേഷം പറയുന്ന ഓരോ സ്ഥലത്തും ആ ഒരു കാര്യത്തെക്കുറിച്ച് പ്രഘോഷിക്കപ്പെടുമെന്ന് കർത്താവ് തന്നെ പറയുന്നു മറിയയുടെ ആ പ്രവൃത്തിയെക്കുറിച്ച്. One thing is needed and Mary has chosen that. ഒരു കാര്യമേ വേണ്ടൂ, മറിയ നല്ല അംശം തിരഞ്ഞെടുത്തിരിക്കും. And it is out of that meditation at the feet of Jesus that this ultimate act of love came out from her. കർത്താവിൻ്റെ പാദപീഠത്തിൽ ഇരുന്നുള്ള ആ ധ്യാനം ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ് ഈ സ്നേഹം കാണിക്കുന്ന ഈ പ്രവൃത്തി മറിയയ്ക്ക് ചെയ്യാനായിട്ട് പറ്റിയത്. If we hope to move beyond the superficialities of our culture, including our religious culture, we must be willing to go down into the recreating silence, into the inner world of contemplation. You can simplify that. നമ്മളുടെ ഈ സമൂഹത്തിലുള്ള ഉപരിപ്ലവമായിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷ നേടണമെങ്കിൽ അതിനൊരൊറ്റ ഇത് മാത്രമേ ഉള്ളൂ. നാം ദൈവസന്നിധിയിൽ മൗനമായിരുന്ന് നമ്മളുടെ ഉള്ളിനെ തന്നെ ചികഞ്ഞ് മനസ്സിലാക്കുക. അത് മാത്രമേ അതിനെ ഓവർകം ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. And I can see this in my life. If I'm so busy with so many things, and even with ministry, I'm like writing ministry, this ministry, that ministry, but if there's no time to meditate and contemplate and go deep, we can stay on that superficial surface. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇത് തന്നെയാണ് കാണുന്നത്. പലപ്പോഴും ഞാൻ ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കും. എഴുതുന്ന മിനിസ്ട്രി ആണെങ്കിലും എന്ത് കാര്യങ്ങളാണെങ്കിലും ദൈവത്തിന് വേണ്ടിയിട്ടായിരിക്കാൻ ചെയ്യുന്നത്. പക്ഷേ ആ ദൈവസന്നിധിയിൽ മിണ്ടാതെ ഇരുന്ന് ധ്യാനിക്കുന്നില്ല എങ്കിൽ ഈ ബാക്കി ചെയ്യുന്ന പ്രവർത്തികളെല്ലാം നല്ലതായിരുന്നാൽ പോലും അതെല്ലാം വളരെ ഉപരിപ്ലവമായിട്ട് എനിക്ക് കാണുവാനായിട്ട് പറ്റും. So we need to ask ourselves, how are we reading God's word today? നമുക്ക് നമ്മോട് തന്നെ ചോദിക്കാം, എപ്രകാരമാണ് എൻ്റെ ദൈവവചന വായന എന്നുള്ളത്. Most of us have this habit ingrained into us that we have to read God's word. നമുക്ക് എല്ലാവർക്കും ഉള്ള ഒരു ഹാബിറ്റാണ്, നമ്മളെല്ലാവർക്കും അറിയാവുന്ന കാര്യവുമാണ് ദൈവവചനം വായിക്കണം എന്നുള്ളത്. Many of us in childhood, until we read God's word, we would not have got breakfast. കൊച്ചിലെയൊക്കെ നമ്മൾ ദൈവവചനം വായിച്ചില്ല എങ്കിൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് പ്രാതൽ പോലും കിട്ടുവാനായിട്ട് ഉള്ള സാഹചര്യങ്ങൾ കുറവായിരുന്നു. So it becomes, it's ingrained in us as a reflex. We have to read God's word. നമ്മുടെ ഉള്ളിൽ അതൊരു ഹാബിറ്റായി മാറി ദൈവവചനം വായിക്കണം എന്നുള്ളത്. And it's like as if we write God's word, now we are worthy enough to have breakfast. അപ്പോൾ നമ്മൾ ചിന്തിക്കും, നമ്മൾ എല്ലാം വായിച്ചു കഴിഞ്ഞു, അപ്പോൾ നമുക്ക് പ്രാതല് ലഭിക്കുവാനുള്ള യോഗ്യത നമുക്കുണ്ട് എന്ന് നമ്മൾ ചിന്തിക്കുന്നു. And so sometimes it's like one box is ticked. Today morning I read God's word. Tick, that box is ticked. പലപ്പോഴും ഒരു ചെയ്ത ഒരു കാര്യത്തിന് ഒരു ടിക്ക് ഇടുന്ന പോലെയാണ് ദൈവവചനം വായിക്കുന്നത് എന്നുള്ളത്. And it's like, if we have gone without ticking that box and then something bad happens, we like, ആ ബോക്സ് ടിക്ക് ചെയ്തില്ല, അതെന്തോ പ്രശ്നം. പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത്, നമ്മൾ ആ ദൈവവചനം വായിക്കാതെ പോയാൽ എന്തെങ്കിലും സംഭവിക്കും എന്നുള്ള ചിന്ത കാരണം ഇന്ന് ആ ടിക്ക് വീഴാഞ്ഞത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന് നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. So for us it's become a routine. We have to read the Bible and then we have to rush on into the
rush on into life. അത് നമ്മുടെ ഒരു ദിനചര്യയായി മാറിക്കഴിഞ്ഞു. നമ്മൾ രാവിലെ എഴുന്നേറ്റ് ദൈവവചനം വായിക്കണം, അത് കഴിഞ്ഞ് നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് പോവുകയാണ്. So it's like you have done this part, you have ticked that box, now you're starting to tick off all the other boxes. രാവിലെ എഴുന്നേറ്റ് ആ ബോക്സ് ടിക്ക് ചെയ്തു, ഇനി അടുത്ത ബോക്സസ് എല്ലാം ടിക്ക് ഇടുവാനായിട്ട് നമ്മൾ പോവുകയാണ്. So what happens is we don't allow that, that word, that meditation of the word to happen, where we are contemplating in our hearts and pondering over that word of God. ഇങ്ങനെയുള്ള ഒരു പ്രക്രിയ നടക്കുന്നത് കൊണ്ട് ദൈവവചനം രാവിലെ നമ്മൾ വായിച്ചതിനെ കുറിച്ച് ധ്യാനിക്കുവാനോ നമ്മുടെ ഉള്ളിൽ തന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കുവാനോ മനസ്സിൽ അതിനെക്കുറിച്ച് ആലോചിക്കുവാനോ ചെയ്യുവാനായിട്ട് നമുക്ക് സാധിക്കുന്നില്ല. But it's in that meditation, that actually that word becomes a part of us, that word transforms us, that word guides us and leads us forward. എന്നാൽ ദൈവവചനം വായിച്ചത് ധ്യാനിക്കുകയും അതിനെക്കുറിച്ച് ചിന്തിക്കുകയും നമ്മുടെ ജീവിതത്തിൽ തന്നെ അത് പ്രാവർത്തികമാക്കുകയും ചെയ്യാനായിട്ട് ശ്രമിക്കുമ്പോഴാണ് അത് ദൈവവചനം നമ്മുടെ ജീവിതത്തിൽ ജീവസുള്ളതായിട്ട് തീരുന്നത്. So what do we mean by Christian meditation? യഥാർത്ഥ ക്രിസ്തീയ ധ്യാനം എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? So it is the ability to hear God's voice and obey His word. ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുവാനായിട്ടുള്ള കഴിവും അതനുസരിക്കുവാനുള്ള ആ കഴിവിനെയുമാണ് അത് കുറിക്കുന്നത്. That's what Jesus categorized as his sheep. My sheep hear my voice. അതാണല്ലോ ആടുകളെ കുറിച്ച് കർത്താവ് പറഞ്ഞത്, എൻ്റെ ആട് എൻ്റെ ശബ്ദം കേൾക്കുന്നു, അത് അനുസരിക്കുന്നു എന്നുള്ളത്. So the call to meditation is a call to slow down, a call to reflect, a call to listen, a call to see, a time to be renewed, and a time to drink deeply. വചനം ധ്യാനിക്കുവാനായിട്ട് ദൈവം വിളിക്കുമ്പോൾ ദൈവം നമ്മളെ തന്നെ ഒന്ന് സ്ലോ ആക്കുവാനും ഉള്ളിൽ നമ്മുടെ ജീവിതത്തെ ഒന്ന് തിരിഞ്ഞു നോക്കുവാനും കേൾക്കുവാനും വചനത്തിൽ നിന്ന് എന്താണ് പറയുന്നതെന്ന് ശ്രദ്ധാപൂർവം കേൾക്കുവാനും കാണുവാനും നമ്മുടെ മനസ്സിനെ തന്നെ രൂപാന്തരപ്പെടുത്തുവാനും അതുപോലെ ഉള്ളിൽ നമ്മൾ ദൈവവചനത്തിൻ്റെ സത്ത് കുടിക്കുവാനും പറ്റുന്ന ആ ഒരു അവസ്ഥയാണ്. And there is no mantra or magic or secret code that we need. Sometimes we see messages, the code of listening to God, the secret code of so many you will hear that I will show you the secret that is now there. There is nothing like that. വചനം വായിക്കുമ്പോൾ അല്ലെങ്കിൽ പഠിക്കുമ്പോൾ നമ്മൾ ഒരിക്കലും അതിനകത്തൊരു മാജിക്കോ അല്ലെങ്കിൽ ഒരു മന്ത്രമോ ഇല്ല. നമുക്കത് മനസ്സിലാക്കിയെടുക്കാൻ ഒരു സീക്രട്ട് ഉപായമായിട്ടൊന്നുമില്ല. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ എല്ലാം നമുക്ക് മനസ്സിലാകുമെന്ന് പല രീതിയിലുള്ള പ്രസംഗങ്ങളും ഞാൻ കേട്ടിട്ടുണ്ട്. The clear truth is that the great God of this universe is a creator. He longs and desires to have fellowship with us. എന്നാൽ സത്യം ഇതാണ്, ഈ ലോകം കാണുന്നതും കാണാത്തതുമായ എല്ലാത്തിനെയും സൃഷ്ടിച്ച ഈ വലിയവനായ സൃഷ്ടിതാവായ കർത്താവ് നമ്മളോട് കൂട്ടായ്മ ആചരിക്കുവാൻ, നമ്മളോട് കൂടെ നടക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു എന്നുള്ളത്. Okay, now coming to the biblical evidence. What is the biblical evidence we have to meditation? ബൈബിളിൽ ധ്യാനത്തെക്കുറിച്ച് എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. Now, especially when we read the Old Testament, when we go through the Psalm, we read about meditation. We come across two Hebrew words, Hagah and Siyah. പഴയ നിയമത്തിൽ സങ്കീർത്തനത്തിൽ പ്രധാനമായിട്ടും നമ്മൾ ദൈവവചന ധ്യാനത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ രണ്ട് എബ്രായ പദങ്ങളാണ് നമ്മൾ കാണുന്നത്, ഹഗായും സിയാഖും. And these are the words that used to convey this idea of meditation. ദൈവവചന ധ്യാനത്തെക്കുറിച്ച് പറയുന്ന രണ്ട് വാക്കുകൾ, എബ്രായ പദങ്ങളാണ് ഇത്. Now, if you look at the Hebrew meaning to these words, it has the word meanings like listening to God's word, reflecting on God's works, rehearsing God's deeds, ruminating on God's laws, and probably the common meaning in most of these is musing or pondering over.
ഇതിന് ഈ രണ്ട് പദങ്ങൾക്ക് കോമൺ ആയിട്ടുള്ള അർത്ഥങ്ങൾ ഇതൊക്കെയാണ്. ഒന്ന് ദൈവവചനം ശ്രദ്ധിക്കുക, ഒന്ന് ദൈവത്തിൻ്റെ പ്രവർത്തികളെ കുറിച്ച് നമ്മൾ തന്നെ ചിന്തിക്കുക, ഒന്ന് ദൈവത്തിൻ്റെ പ്രവർത്തികൾ നമ്മൾ തന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കുകയും അത് നമ്മൾ പ്രവർത്തിക്കുകയും ചെയ്യുക. ഒന്ന് ദൈവത്തിൻ്റെ ന്യായപ്രമാണം നമ്മൾ വീണ്ടും വീണ്ടും അയവിറക്കുക. എനിക്ക് തോന്നുന്നു ഏറ്റവും പ്രധാനമായിട്ടും ഉള്ള അർത്ഥം ഇതാണ്: ദൈവവചനത്തെക്കുറിച്ച് ചിന്തിക്കുകയും അത് വീണ്ടും വീണ്ടും അതിനെക്കുറിച്ച് ആലോചിക്കുകയും നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്യുക. Especially that second last one, the word ruminating. Ruminating is what we use for cow and all when they chew the cud. They would have eaten something a lot in the morning. They take a lot of grass and they'll eat it. And after some day you'll see them, they're still sitting and they brought it back from that pouch and they're chewing over it. ഈ പശുവൊക്കെ അയവിറക്കുന്നത് പോലെ ദൈവവചനം നമ്മൾ രാവിലെ കേട്ട അത് വീണ്ടും 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 അതിനെക്കുറിച്ച് ചിന്തിക്കുന്ന പശുവൊക്കെ എപ്രകാരമാണ് രാവിലെ കഴിച്ച കാര്യം ആ സാക്കിൽ നിന്ന് വീണ്ടും അത് തിരിച്ചു കൊണ്ടുവന്ന് വീണ്ടും വീണ്ടും അത് ചവച്ച് ഡൈജസ്റ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. അതുപോലെ നാം ദൈവവചനവും അതുപോലെ അയവിറക്കണം എന്ന് ആണ് ഇവിടെ പറയുന്നത്. Similarly, when we meditate on something in the morning, throughout the day, our hearts should go back to that scripture. Go back. This is what I read. Meditating. നാം രാവിലെ വായിച്ച ആ ദൈവവചനം ഇതാണ് എന്ന് ഓർത്തുകൊണ്ട് ദിവസത്തിൻ്റെ ഓരോ സമയത്തും നമ്മൾ തിരിഞ്ഞ് ആ വചനം ഞാൻ ഇന്ന് വായിച്ചത് ഇതാണ് എന്ന് ഓർത്തുകൊണ്ട് അതിനെക്കുറിച്ച് ചിന്തിക്കുവാനായിട്ട് നമ്മൾ ശ്രമിക്കണം. Otherwise, next day when we come, we'll open the Bible. What did I read yesterday? Where was I? We'll put a bookmark. Otherwise, we'll be like, did I read this? We'll forget what we have read also. അല്ലെങ്കിൽ പലപ്പോഴും നമ്മൾ അടുത്ത ദിവസം ദൈവവചനം വായിക്കുവാനായിട്ട് വരുമ്പോൾ എവിടെയാണ് വായിച്ചതെന്ന് മറന്നു പോകും. ബുക്ക് മാർക്ക് ഉണ്ട് എങ്കിലും ഈ ഭാഗം ഞാൻ വായിച്ചതാണോ അല്ലയോ എന്ന് വരെ നമ്മൾ ചിന്തിക്കുവാനായിട്ട് ഇടയാകും. You meditate on things that you delight in. നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളാണ് പലപ്പോഴും നമ്മൾ ധ്യാനിക്കുന്നത്. It's true, no? Like if you like pizza, you'll be meditating. Oh, that pizza was so good. ഇപ്പോൾ നിങ്ങൾക്ക് കഴിക്കുവാൻ പിസ്സയാണ് ഇഷ്ടമെങ്കിൽ നിങ്ങൾ എപ്പോഴും ആ പിസ്സ നല്ലതായിരുന്നു എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കും. Yesterday you had a good pizza. Next day morning also, what a taste. ഇന്നലെ കഴിച്ച പിസ്സയെ കുറിച്ച് അടുത്ത ദിവസം രാവിലെയും അതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കും. That's why Psalms 1 verse 2 it says, His delight is in the law of the Lord, and on His law He meditates day and night. സങ്കീർത്തനം 1 അതുകൊണ്ടാണ് പറയുന്നത് Psalm 1 verse 2. പകൽ ധ്യാനിക്കുന്നു. വായിച്ചു has meditated on it. This is modern version, sorry. സർവേശ്വരന്റെ ധർമ്മശാസ്ത്രത്തിൽ ആനന്ദിക്കുന്നവർ എത്ര ധന്യർ, രാപ്പകൽ അവരത് ധ്യാനിക്കുന്നു. So you meditate on things you delight in. നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളല്ലേ, നമ്മൾ വളരെ ആഗ്രഹിക്കുന്ന കാര്യങ്ങളിലാണ് നാം പലപ്പോഴും ധ്യാനിക്കുന്നത്. You will delight in the things that you treasure. നാം ഹൃദയത്തിൽ സൂക്ഷിച്ചു വെക്കുന്ന കാര്യങ്ങളെ കുറിച്ചാണ് നാം കൂടുതലും അതിനെക്കുറിച്ച് ആഗ്രഹിക്കുകയും സന്തോഷിക്കുകയും ചെയ്യുന്നത്. So Jesus says, where your treasure is, there your heart will be also. നിങ്ങളുടെ ഹൃദയം, നിങ്ങളുടെ ട്രഷർ നിങ്ങളുടെ സ്വത്ത് എവിടെയാണോ അവിടെ നിങ്ങളുടെ ഹൃദയവുമായിരിക്കും. നിധി എവിടെയാണോ അവിടെ നിങ്ങളുടെ ഹൃദയവുമായിരിക്കും എന്ന് കർത്താവും പറഞ്ഞിട്ടുണ്ടല്ലോ മത്തായി എഴുതിയ സുവിശേഷം. So is God and His word our greatest treasure? ദൈവത്തിന്റെ വചനവുമാണോ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ നിധി? Because the psalmist says, therefore I love your commandments more than gold, even the purest gold. സ്വർണത്തെക്കാളും തങ്കത്തെക്കാളും നിന്റെ വചനം ഞാൻ സ്നേഹിക്കുന്നു എന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നു. When that love of God, when love of God's word is there, when we treasure that, when we treasure it in our hearts, that's when we have the desire to meditate on it, when we realize the value and worth of what we have. ദൈവത്തെ കൂടുതൽ സ്നേഹിക്കുകയും ദൈവത്തിൻ്റെ വചനത്തെ കൂടുതൽ സ്നേഹിക്കുകയും
അത് നമ്മൾ വളരെയധികം ആഗ്രഹിക്കുകയും ചെയ്യുമ്പോൾ നാം ദൈവവചനം കൂടുതലായിട്ട് ധ്യാനിക്കുകയും ചെയ്യും. കാരണം അത് നമുക്ക് ലഭിച്ച ഏറ്റവും വലിയ നിധിയാണ് എന്ന് ചിന്തിച്ചുകൊണ്ട് നമ്മൾ അതിനു വേണ്ടിയിട്ട് നമ്മളുടെ ഹൃദയം അതിനു വേണ്ടിയിട്ട് വാഞ്ചിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യും. Otherwise, we can go back into that legalistic box of just ticking. Today I read the word. That is covered. അല്ലെങ്കിൽ നാം ഈ ബോക്സ് ടിക്ക് ചെയ്യുന്നത് പോലെ ഞാൻ ഇന്ന് രാവിലെ വചനം വായിച്ചു എന്ന് ചിന്തിക്കുക സർവ്വസാധാരണ. Sometimes we ask the children, today you read God's word? Yeah, they read God's word, they are in that safe zone. Yeah, today I read God's word. We can confidently say. പലപ്പോഴും കുഞ്ഞുങ്ങളോട് നമ്മൾ ചോദിക്കാറുണ്ടല്ലോ, നിങ്ങൾ ഇന്ന് ദൈവവചനം വായിച്ചോ? അവരും വായിച്ചു എന്ന് പറയും. അപ്പോൾ ആ ബോക്സ് ടിക്ക് ചെയ്ത ഒരു പ്രതീതിയാണ്. So we should ask, did you meditate on God's word? ദൈവവചനം ധ്യാനിച്ചോ എന്ന് ചോദിക്കേണ്ട ആവശ്യകത. We see, the lover of God who meditates on His word. It says that He is like a tree planted by the streams of water, which yields its fruit in season, and whose leaf does not wither. Whatever He does prospers. Psalm 1:3. ദൈവവചനം രാപ്പകൽ ധ്യാനിക്കുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് സങ്കീർത്തനം 1:3 ഇപ്രകാരം പറയുന്നു: ആറ്റരികത്തെ വൃക്ഷം പോലെ അവർ തഴച്ചു വളർന്ന് ഫലം കായ്ക്കും, അവരുടെ പ്രവൃത്തികളെല്ലാം സഫലമാകും എന്ന് വായിക്കും. And we can all turn to this portion. We'll take that as the last portion for today. Psalm 119. സങ്കീർത്തനം 119 അതിൻ്റെ 97 മുതൽ 104 വരെയുള്ള വാക്യങ്ങൾ നമുക്കൊന്ന് നോക്കാം, ചിന്തിക്കാം. Psalm 119 verses 97 to 104. Psalm 119 verse 97 to 104. So you can just, if you have your Bibles, you can just go through that. മുതൽ നിന്റെ ന്യായപ്രമാണം എനിക്ക് എത്രയോ പ്രിയം, ഇടവിടാതെ അത് എൻ്റെ ധ്യാനമാകുന്നു. നിന്റെ കൽപ്പനകൾ എന്നെ എൻ്റെ ശത്രുക്കളെക്കാൾ ബുദ്ധിമാനാക്കുന്നു. അവ എപ്പോഴും എൻ്റെ പക്കലുണ്ട്. നിന്റെ സാക്ഷ്യങ്ങൾ എൻ്റെ ധ്യാനമായിരിക്കൊണ്ട് എൻ്റെ സകല ഗുരുക്കന്മാരിലും ഞാൻ ബുദ്ധിമാനാകുന്നു. നിന്റെ പ്രമാണങ്ങളെ അനുസരിക്കാൻ ഞാൻ വയോധികന്മാരിലും വിവേകമേറിയവനാകുന്നു. നിന്റെ വചനം പ്രമാണിക്കേണ്ടതിന് ഞാൻ സകല ദുർമാർഗത്തിൽ നിന്നും കാൽ വിലക്കുന്നു. നീ എന്നെ ഉപദേശിച്ചിരിക്കയാൽ ഞാൻ നിന്റെ വിധികളെ വിട്ടുമാറിയിട്ടില്ല. തിരുവചനം എൻ്റെ അണ്ണാക്കിന് എത്ര മധുരം, അവ എൻ്റെ വായ്ക്ക് തേനിലും നല്ലത്. നിന്റെ പ്രമാണങ്ങളാൽ ഞാൻ വിവേകമുള്ളവനാകുന്നു, അതുകൊണ്ട് ഞാൻ സകല വ്യാജമാർഗവും വെറുക്കുന്നു. So the psalmist is one who loves God's word. He loves God's word, and this person he says in verse 97, all day long it is my meditation. സങ്കീർത്തനക്കാരൻ വളരെയധികം ദൈവവചനത്തെ സ്നേഹിക്കുന്നു. അത് കാരണം ഞാൻ ദിവസം മുഴുവൻ ദൈവത്തിന്റെ വചനത്തെ ധ്യാനിക്കുന്നു എന്നാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്. So this person has read God's word in the morning, and it's like all day long he's thinking and meditating, pondering, musing over that word. താൻ രാവിലെ ദൈവവചനം വായിച്ചു, അതിനുശേഷം ആ ദിവസം മുഴുവൻ വായിച്ച വചനത്തെക്കുറിച്ച് ചിന്തിക്കുന്നു, ധ്യാനിക്കുന്നു, അതിനെക്കുറിച്ച് വീണ്ടും തൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുന്നു. And the rest of the verses is, it's like, what is the benefit, the outcome of that meditating on God's word? അത് കഴിഞ്ഞുള്ള വാക്യങ്ങൾ പറയുന്നത് ദൈവവചന ധ്യാനം ഉള്ളതുകൊണ്ട് തൻ്റെ ജീവിതത്തിൽ വന്ന ആ പ്രതിഫലനങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് പറയുന്നത്. Verse 98 says, "He's made me wiser than my enemies." 98ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് എൻ്റെ ശത്രുക്കളെക്കാൾ ബുദ്ധിമാനാക്കുന്നു. And it goes on to say, "For they are always with me." God's word is always with me. If you are meditating on God's word throughout the day, then God's word is always with you. ദൈവവചനം അവ എപ്പോഴും എൻ്റെ പക്കലുണ്ട് എന്നാണ്. ഇപ്പോൾ ദൈവവചനം ധ്യാനിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവവചനം എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ള ആ ഒരു സത്യം. So God's word in our heart, that's so important. Which is interacting with us in all that we do.
ദൈവവചനം നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിക്കുമ്പോൾ നാം ചെയ്യുന്ന ഓരോ പ്രവൃത്തിയിലും ഓരോ കാര്യങ്ങളിലും അത് പ്രതിഫലിക്കുന്നതായിട്ട് നമുക്ക് കാണാം. Sometimes when you talk to some Christian patients and all, they say, God's word is, he says, yes doctor, God's word, it's under my pillow, the Bible is under my pillow. പലപ്പോഴും ക്രിസ്ത്യാനികളായ പേഷ്യൻസിനോട് സംസാരിക്കും, നമ്മൾ ദൈവവചനത്തെക്കുറിച്ച് പറയുമ്പോൾ, അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറയുമ്പോൾ അവർ പലപ്പോഴും പറയും, അതേ ഡോക്ടറെ, അത് കറക്റ്റാണ്, ഞാൻ എപ്പോഴും എൻ്റെ തലയണയ്ക്ക് അടിയിലാണ് ഞാൻ എൻ്റെ ബൈബിൾ വെക്കുന്നത്, ദൈവവചനം വെക്കുന്നത് എന്ന് പറയാം. I like to have a lot of translations, but recently I was thinking how much of this is actually in my mind and heart. It's all translations are there, but is it? Am I meditating day and night on that? എനിക്ക് ബൈബിളിൻ്റെ പല ട്രാൻസ്ലേഷൻസ് വെച്ച് വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. പക്ഷേ ഞാൻ ചിന്തിക്കുകയായിരുന്നു, ഇത് എത്രത്തോളം എൻ്റെ മനസ്സിൽ ഉണ്ട്, എത്രത്തോളം എൻ്റെ ഹൃദയത്തിലുണ്ട്, എത്രത്തോളം ഞാനത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നു, എത്രത്തോളം ഞാൻ അത് വചനത്തിൽ ധ്യാനിക്കുന്നു എന്ന് ഞാൻ ചിന്തിക്കുകയായിരുന്നു. Then the next one, it says that I have more insight than all my teachers. 99-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, എൻ്റെ സകല ഗുരുക്കന്മാരിലും ഞാൻ ബുദ്ധിമാനാകുന്നു എന്നാണ്. To have the experience beyond our age when we are meditating on the word of God. നമ്മുടെ പ്രായത്തെ കവിഞ്ഞുള്ള ബുദ്ധി, പ്രായത്തെ കവിഞ്ഞുള്ള കഴിവ് നമ്മൾ ദൈവവചനം ധ്യാനിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നു എന്നുള്ള സത്യം. The next one says, I discern more than the elders. 100-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, ഞാൻ വയോധികന്മാരിലും വിവേകമേറിയവനാകുന്നു. For I obey your precepts. നിന്റെ പ്രമാണങ്ങളെ അനുസരിക്കാൻ ഞാൻ വയോധികന്മാരിലും വിവേകമേറിയവനാകുന്നു എന്ന് വായിക്കും. That's one of the, we'll see that next time, that one of the outcomes of meditation is that it leads to obedience. നമ്മൾ അടുത്ത ആഴ്ച ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, നമുക്ക് ദൈവവചനം ധ്യാനിക്കുന്നതിൻ്റെ ആ ഒരു റിസൾട്ട് അല്ലെങ്കിൽ അതിൻ്റെ പ്രതിഫലനം എന്താണെന്ന് വെച്ചാൽ അത് ദൈവവചന ധ്യാനം നമ്മളെ അനുസരണത്തിലേക്ക് നയിക്കുന്നു എന്നുള്ളത്. It's not the outcome of meditation of God's word is not that we start floating around in a different galaxy or something, but it should lead to obedience. ദൈവവചനത്തിന്റെ ധ്യാനം കൊണ്ടുള്ള റിസൾട്ട് എന്ന് പറയുന്നത് നാം മറ്റു സ്ഥലങ്ങളിൽ ഇങ്ങനെ പോവുക എന്നുള്ളത് അങ്ങനെയുള്ളതൊന്നുമല്ല. അതിനേക്കാളും അത് നമ്മളുടെ ജീവിതത്തിൽ അനുസരണം കൊണ്ടുവരാനായിട്ട് ഇടയാകുന്നു എന്നുള്ളതാണ്. Yeah, and what it leads is discernment, maturity to take decisions based on what we have been meditating on. നമുക്ക് വിവേകം ലഭിക്കുന്നു എന്നുള്ളതാണ്. ഓരോ കാര്യങ്ങളിൽ തീരുമാനമെടുക്കേണ്ടതിനെല്ലാം ദൈവവചനത്തിലൂടെ നമുക്ക് വിവേകം ലഭിക്കുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. Verse 101 says, I have kept my feet from every evil path. 101-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, ഞാൻ സകല ദുർമാർഗത്തിൽ നിന്നും കാൽ വിലക്കുന്നു. When we are constantly meditating on God's word, it's in our heart, it's in our head, then it's so much more easier to walk in that path of righteousness. ദൈവവചനം എപ്പോഴും നമ്മുടെ ഹൃദയത്തിലും നമ്മുടെ മനസ്സിലും എപ്പോഴും ആയിരിക്കുകയാണെങ്കിൽ ശരിയായ നേരായ പാതയിലൂടെ നടക്കുവാൻ ആക്ച്വലി വളരെ എളുപ്പമാണ്. And in the Holy Spirit, for us New Testament believers, the Holy Spirit brings to remembrance the word of God also. പുതിയ നിയമ വിശ്വാസികളായ നമുക്ക് പരിശുദ്ധാത്മാവ് നമ്മളെ വീണ്ടും വീണ്ടും ഈ വചനത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു. But if we just reading the word of God as a routine, and then we close the Bible and then we are in our life and we forget everything about the word of God, so much easier to fall into mistakes. എന്നാൽ നാം ഉപരിപ്ലവമായിട്ട് ദൈവവചനം വായിക്കുക മാത്രമാണ് ചെയ്യുന്നത് എങ്കിൽ നാം വീണു പോകാനായിട്ട്, നമ്മൾ തെറ്റായ പാതകൾ തിരഞ്ഞെടുക്കുവാനായിട്ടുള്ള സാധ്യതകൾ ഏറെയാണ്. Verse 102, I have not departed from your ordinances, for you yourself have taught me. 102-ാമത്തെ വാക്യം, നീ എന്നെ ഉപദേശിച്ചിരിക്കയാൽ ഞാൻ നിന്റെ വിധികളെ വിട്ടുമാറിയിട്ടില്ല. So in meditation, as we muse on the word of God, ponder the word of God, and the Spirit teaches us it and talks to us, convicts us with the word of God, then the chance of us going away, backsliding is so much less. ദൈവവചനത്തിൽ നമ്മൾ ധ്യാനിക്കുകയും ചിന്തിക്കുകയും അതിനെക്കുറിച്ച് വീണ്ടും വീണ്ടും ആലോചിക്കുകയും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്യുമ്പോൾ നാം തെറ്റായ പാത തിരഞ്ഞെടുക്കാനും ദൈവത്തിൽ നിന്ന് തെറ്റിയൊഴിഞ്ഞു പോകാനുമുള്ള സാധ്യതകൾ വളരെ കുറവാണ്.
Then 103, how sweet are your words to my taste. 103-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, തിരുവചനം എൻ്റെ അണ്ണാക്കിന് എത്ര മധുരം, അവ എൻ്റെ വായിക്ക് തേനിലും നല്ലത്. When we are meditating on God's word, it revives our quiet time. It renews our joy for reading God's word. ദൈവവചനം നാം യഥാർത്ഥമായിട്ട് ധ്യാനിക്കുമ്പോൾ നമ്മളുടെ സന്തോഷം അത് വർദ്ധിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. Finally, I gain understanding from your precepts. നിന്റെ 104-ാമത്തെ വാക്യത്തിൽ, നിന്റെ പ്രമാണങ്ങളാൽ ഞാൻ വിവേകമുള്ളവനാകും. So it's an understanding of what God's word also comes better when we are meditating on God's word. ദൈവവചനം മനസ്സിലാക്കുവാനായിട്ട് കൂടുതൽ ബുദ്ധിയും കൂടുതൽ വിവേകവും നമുക്ക് ഓരോ പ്രാവശ്യവും ധ്യാനിക്കുന്നതിലൂടെ അടുത്ത പ്രാവശ്യം കൂടുതൽ മനസ്സിലാക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. Finally, when we talk about examples from scriptures, we have the example of our Lord Jesus. നമുക്ക് കർത്താവ് യേശു ക്രിസ്തുവിന്റെ ഉദാഹരണം നമുക്കൊന്ന് നോക്കാം. In the midst of an exceedingly busy ministry, Jesus made a habit of withdrawing to lonely places, to desolate places. താൻ വളരെ തിരക്കേറിയ സാഹചര്യങ്ങളിൽ ആയിരുന്നപ്പോഴും കർത്താവ് ഒറ്റയ്ക്ക് ആരുമില്ലാത്ത ഒരു സ്ഥലത്ത് ഒറ്റയ്ക്ക് പോയി പിതാവിനോട് സംസാരിക്കുന്ന സാഹചര്യങ്ങൾ നമുക്കറിയാം. He did not just do this to be away from people. മനുഷ്യരിൽ നിന്ന് അകന്നു പോയി നിൽക്കുവാനായിട്ടല്ല താൻ ഇത് ചെയ്തത്. It's not that he had one anti-social side to his, that is about the mother, so many people just need a break. ഈ മനുഷ്യരിൽ നിന്നെല്ലാം ഒത്തിരി ആൾക്കാരുണ്ട്, അതുകൊണ്ട് അത് മടുത്തിട്ട് താൻ ഒരു ബ്രേക്ക് എടുക്കാനായിട്ട് ഒറ്റയ്ക്കൊരു സ്ഥലത്ത് പോകുന്നതായിട്ടല്ല നമ്മൾ കാണുന്നത്. Some of us are introvert personalities. You're an introvert personality. After some time, you say, I need little space. ഈ ഉൾവലിഞ്ഞിരിക്കുന്ന പല വ്യക്തികളും കുറച്ച് നേരം ആൾക്കാരോടൊക്കെ ബന്ധപ്പെട്ട് കഴിയുമ്പോഴത്തേക്ക് അവർ ചിന്തിക്കും, എനിക്കിച്ചിരി ബ്രേക്ക് വേണം, എനിക്കൊരു ബ്രേക്ക് വേണം, എനിക്കൊരു ഇച്ചിരി സ്പേസ് വേണമെന്ന് പറഞ്ഞ് തനിയെ മാറിപ്പോയി നിൽക്കുന്ന അങ്ങനെ ഒരു അവസ്ഥയല്ല ഇവിടെ കർത്താവ് ചെയ്യുന്നത്. But what was Jesus doing in these times? കർത്താവ് ഇങ്ങനെ ഒറ്റപ്പെട്ടുള്ള ഈ സമയങ്ങളിൽ എന്തായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്? He sought out his heavenly Father. He listened to the Father. He communed with him. സ്വർഗസ്നായ പിതാവിനോട് സംസാരിക്കുവാനും തൻ്റെ പിതാവിനോട് ഇടപെടുവാനും തൻ്റെ പിതാവിനോടുള്ള ആ റിലേഷൻഷിപ്പ് അത് കൊണ്ടുപോകുവാനായിട്ടും ആണ് താൻ ഇങ്ങനെ ഇപ്രകാരം ചെയ്തത്. And we often see that after these times when he is in meditation in solitude with the Father, that he'll come and there will be some change in direction. He say, come, let's go to the other villages, or he would choose the disciples, and there would be things that would come out of that. പലപ്പോഴും ഇപ്രകാരമുള്ള ഒരു പിതാവുമായിട്ടുള്ള ഒരു ഒറ്റയ്ക്കുള്ള സംഭാഷണത്തിന് ശേഷം തിരിച്ചു വരുമ്പോൾ പല കാര്യങ്ങളും വ്യത്യസ്തമായിട്ട് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ചില സമയങ്ങളിൽ ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്നതായിട്ട് കാണുന്നു, ചില സമയങ്ങളിൽ ശിഷ്യന്മാരെയും കൊണ്ട് വേറെ സ്ഥലത്ത് പോയി അവിടെ പോയി സുവിശേഷം പറയുന്നതായിട്ട് കാണുന്നു. And today Jesus beckons us to do the same. ഇപ്പോൾ കർത്താവായ യേശു ക്രിസ്തു നമ്മോട് ഓരോരുത്തരോടും ഇപ്രകാരം ചെയ്യുവാനായിട്ട് ആഹ്വാനിക്കും. Says in John 17:23, I in them and you in me, that they may be perfectly united, so that the world may know that you sent me and have loved them just as you have loved me. John 17:23. യോഹന്നാൻ 17:23 നാം ഇപ്രകാരം വായിക്കുന്നു, നീ എന്നെ അയച്ചിരിക്കുന്നു എന്നും നീ എന്നെ സ്നേഹിക്കുന്നത് പോലെ അവരെയും സ്നേഹിക്കുന്നു എന്നും ലോകം അറിയുവാൻ, നാം ഒന്നായിരിക്കുന്നത് പോലെ അവരും ഒന്നാകേണ്ടതിന് ഞാൻ അവരിലും നീ എന്നിലുമായി അവർ ഐക്യത്തിൽ തികഞ്ഞവരായിരിക്കേണ്ടതിന് തന്നെ. This is what we do in meditation when we are before the Lord with the Word, hearing from Him personally for our lives. ഇപ്രകാരമാണ് നാം ദൈവവചനം ധ്യാനിക്കേണ്ടത്. നമ്മൾ ദൈവവചനം വായിക്കുമ്പോൾ, അത് കേൾക്കുമ്പോൾ, അത് എൻ്റെ ജീവിതത്തിൽ എപ്രകാരം ആണ് പ്രാവർത്തികമാക്കാൻ പറ്റുന്നത് എന്ന് ചിന്തിക്കാൻ നമുക്ക് പറ്റണം. അതാണ് വചന ധ്യാനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. So there are so many ways that we read the Bible. So as I was saying, sometimes we just read it out of formality. ദൈവവചനം വായിക്കാൻ ഒത്തിരി മാർഗങ്ങളുണ്ട്. പലപ്പോഴും നമ്മൾ
നിർബന്ധം ഉള്ളത് കൊണ്ട് മാത്രം നാം പലപ്പോഴും വായിക്കുന്നു. Sometimes we read just to increase our knowledge of the Bible. പലപ്പോഴും നമ്മളുടെ ബൗദ്ധികമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നാം ദൈവവചനം വായിക്കുന്നു. Maybe you have some particular theological view and you are like going deep into the Bible so that you can support that theological view. ഒരു പ്രത്യേക ഒരു കാര്യം, നിങ്ങൾ ദൈവികമായിട്ടുള്ള ഒരു കാര്യം നിങ്ങൾ വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾ അതിനെ സപ്പോർട്ട് ചെയ്യുവാനായിട്ട് ദൈവവചനം കൂടുതലായിട്ട് പഠിച്ച് അതിനൊരു എക്സ്പ്ലനേഷൻ കൊടുക്കുവാനായിട്ട് നമ്മൾ അങ്ങനെ പഠിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. You believe in the pre-tribulation rapture. Your whole time with the Bible is like, see, this is the whole from Genesis to Revelation. What are all the evidence for pre-tribulation rapture? ഉദാഹരണത്തിന് നിങ്ങൾ മഹാകഷ്ടത്തിന് മുമ്പേ സഭ എടുക്കപ്പെടുന്ന ഇതിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പോൾ നിങ്ങൾ ഉൽപ്പത്തി മുതൽ പുറപ്പാട് വരെയുള്ള വചനമെല്ലാം വായിച്ച് ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന വചനങ്ങൾ കണ്ടുപിടിക്കാനായിട്ട് ശ്രമിക്കുന്നു. I mean, that's a good thing to do. To study the Word of God is another discipline, but we also need to have that time where we are quiet in the presence of the Lord and having that Word speak to us and convict us and call us to repentance and change. അതും നല്ലൊരു കാര്യമാണ്. ദൈവവചനം പഠിക്കുന്നത് വളരെ ആവശ്യമുള്ള ഒരു കാര്യമാണ്. പക്ഷേ അതിനേക്കാളും പ്രാധാന്യം അർഹിക്കുന്നത് ദൈവവചനം നമ്മളുടെ ജീവിതത്തിൽ അത് വ്യത്യാസമുണ്ടാകത്തക്ക രീതിയിൽ നമ്മളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാകത്തക്ക രീതിയിൽ നമുക്ക് ധ്യാനിക്കാം, നമുക്കതിനെക്കുറിച്ച് ചിന്തിക്കാം, നമുക്ക് നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താൻ പറ്റുന്ന അതാണ് ആ വചന ധ്യാനമാണ് കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്നത്. And we'll continue that next week when we continue on into the purpose of meditation. ദൈവവചന ധ്യാനത്തിന്റെ ആവശ്യകത എന്താണ് എന്നുള്ളത് നമുക്ക് അടുത്ത ആഴ്ച നോക്കാം. May God's name be praised. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, ഞങ്ങളുടെ സന്നിധിയിലേക്ക് വരുവാൻ സാധിച്ച കൃപയ്ക്കായിട്ട് നന്ദി കരേറ്റുന്നു. പ്രത്യേകിച്ച് കർത്താവേ, ഞങ്ങൾക്ക് ദൈവവചന ധ്യാനത്തിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് അങ്ങ് പറഞ്ഞു തന്നുവല്ലോ. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ ഇത്രയും നാളും ചെയ്തുകൊണ്ടിരുന്ന ദൈവവചന പഠനവും ദൈവവചന ധ്യാനവും വായനയും ഒക്കെ മാറ്റിവെച്ച് കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിൽ അത് റിഫ്ലക്റ്റ് ചെയ്യുവാനായിട്ട് ഉതകുന്ന രീതിയിൽ കർത്താവെ ഞങ്ങളെ പ്രാപ്തരാക്കണമെന്ന് അപേക്ഷിക്കുന്നു. ഈ നല്ല സമയത്തിനായിട്ട് നന്ദി കരേറ്റുന്നു. വചനം സംസാരിച്ചതിൻ്റെ മകനെ കൂടുതലായിട്ട് എടുത്ത് ഉപയോഗിക്കണമേ, സഹായിക്കണമേ. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. ഇനി കൂടി ഒരുവോളം അങ്ങയുടെ കൃപയിലും കാവലിലും കാത്തുകൊള്ളണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.